Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് മെയിൽ സെക്യൂരിറ്റിയെ കുറിച്ചാണ്. അപ്പം ഇലക്ട്രോണിക് മെയിൽ സെക്യൂരിറ്റി ആയിട്ടുള്ള പ്രെറ്റി ഗുഡ് പ്രൈവസി PGPയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇമെയിലാണ് നമ്മൾ കൂടുതലും ഇപ്പം ഒരു നെറ്റ്വർക്ക് സർവീസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമെയിലാണ്. അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പം സെക്യൂർ അല്ലാത്ത എന്തൊക്കെ ഇഷ്യൂസാണ് ഇമെയിൽ സെക്യൂരിറ്റിക്കകത്ത് വരുന്നത്, ഡീൽ ചെയ്യുന്നത്? അൺഓതറൈസ്ഡ് അക്സസ്. ഓക്കെ, അതായത് ഓതറൈസ്ഡ് അല്ലാത്ത ആൾക്കാർ ആ മെസ്സേജിനെ ഇപ്പം എടുക്കുക, അതാണ് അൺഓതറൈസ്ഡ് ആക്സസ്. പിന്നെ ഇലക്ട്രോണിക് മെയിലിൽ നമ്മൾ ഇൻസ്പെക്ഷൻ ഓഫ് ഇലക്ട്രോണിക് മെയിൽ, അതായത് ഇമെയിൽ പരിശോധിക്കുക. ഓക്കെ, അത് ഓതറൈസ്ഡ് അല്ലാത്ത ആള് എടുത്ത് നോക്കുക. അപ്പം ഇതാണ് സെക്യൂരിറ്റിക്ക് അത് മെയിൻലി നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പം സെൻട്രിൽ നിന്ന് റിസീവറിലോട്ട് അയച്ചു കഴിഞ്ഞാലും അത് വേറെ ആൾക്കാർ, അവരല്ലാതെ റിസീവർ അല്ലാതെ വേറെ ആള് അതിനെ എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ സെക്യൂരിറ്റിക്ക് അത് മെയിൻലി വരുന്നതാണ്. അങ്ങനെ എടുക്കാൻ പാടില്ല. എടുത്താലും ആ മെസ്സേജ് ആർക്കും വായിക്കാൻ പാടില്ല. തേർഡ് പാർട്ടിക്ക് അത് വായിക്കാൻ പറ്റാത്തതായിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു മെയിൽ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക് ഒരു മെയിൽ വരണം എന്നുണ്ടെങ്കിൽ ഒത്തിരി സെർവേഴ്സ് വഴിയായിരിക്കും അത് പാസ് ചെയ്ത് വരുന്നത്. അത് ട്രസ്റ്റഡ് ആയിട്ടുള്ള സെർവേഴ്സ് ആയിരിക്കത്തില്ല. അപ്പം അതെന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞെങ്കിൽ വേറെ ആൾ ഇത് മെസ്സേജിനെ എടുത്തിട്ട് മോഡിഫൈ ചെയ്യാണ്. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് എന്തായി, നശിപ്പിച്ചു. സെൻഡർ അയച്ച മെസ്സേജിനെ എന്ത് ചെയ്തു, ഹാം ചെയ്തു. അപ്പം അങ്ങനാണെങ്കിൽ അതുകൊണ്ട് എന്താണ്, ചില പ്രോഫിറ്റ് വരാം. ആർക്ക്? ഈ എടുത്ത ആൾക്കാർക്ക് പ്രോഫിറ്റ് വരാം. അപ്പം ഇതൊക്കെയാണ് ഇഷ്യൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ത്രെഡ്സ് ടു ഇമെയിൽസ്, അതായത് ഇമെയിലിൻ്റെ ഭീഷണികൾ എന്തൊക്കെയാണ്. ഓക്കെ, ത്രെഡ്സ് എന്തൊക്കെയാണ് വരിക? മെസ്സേജ് ഇൻ്റർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ അയക്കുന്നത് ഒരു ടെസ്റ്റായിട്ടാണ്. ഓക്കെ, എൻക്രിപ്റ്റഡ് ഫോമിലല്ല അയക്കുന്നത്. അപ്പോൾ ഒരു ക്ലിയർ ടെസ്റ്റായിട്ടാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ കൂടെ അയക്കുക. ഓക്കെ, അതാണ് ഒരു ഇൻ്റർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇമെയിൽ സെൻഡ് ഇൻ ക്ലിയർ ടെസ്റ്റ് ഓവർ ദി ഇൻ്റർനെറ്റിൽ കൂടെ ക്ലിയർ ടെസ്റ്റിന് ഒന്നും മോഡിഫിക്കേഷൻ വരുത്താണ് നമ്മൾ അയക്കുന്നത്. ഇനി മെസ്സേജ് മോഡിഫിക്കേഷൻ. അപ്പം അങ്ങനെ മെസ്സേജിനെ അത് മോഡിഫൈ ചെയ്യുക, അല്ലേ? ഇങ്ങനെ ഒരു ക്ലിയർ ടെക്സ്റ്റായിട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജിനെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും അത് വായിക്കാം, ഡിലീറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പം ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഓക്കെ, അപ്പം ആർക്ക് വേണമെങ്കിലും ഇത് റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കിട്ടുന്ന ആൾക്ക് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ട്രസ്റ്റഡ് പാർട്ടിയിൽ നിന്നാണോ വന്നിരിക്കുന്നത്, ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പം അതാണ് അടുത്ത ത്രെഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് മെസ്സേജ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ആരുടെയും അഡ്രസ്സും നെയിമും ഉണ്ടെങ്കിൽ ആർക്ക് വേണേലും മെയിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലേ? വളരെ ഈസി ആയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പം എൻ്റെ പേര് ഉപയോഗിച്ചിട്ട് എൻ്റെ പേരും അഡ്രസ്സും ഉപയോഗിച്ചിട്ട് വേറൊരാൾ മെയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിലോ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തൂടെ? ഞാനത് പറഞ്ഞാൽ പോരെ? Next thread is the message reply.
ഓക്കെ, മെസ്സേജ് റീപ്ലൈ ആണ് നെക്സ്റ്റ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സെൻഡർ അയക്കുന്ന മെസ്സേജിനെ എന്ത് ചെയ്യാം, സേവ് ചെയ്തിട്ട് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നീട് റീസെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു സെൻഡർ അയക്കുവാണ്, ആ മെസ്സേജിനെ എന്ത് ചെയ്തു, വേറെ തേർഡ് പാർട്ടി എടുത്തിട്ട് വേണമെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാം, സേവ് ചെയ്തിട്ട് അതിന് മോഡിഫിക്കേഷൻ വരുത്തി ലേറ്റർ അത് പിന്നെ റീസെൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റീപ്രൊഡ്യൂഷൻ ആണ്. റീപ്രൊഡ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ആരാണ് സെൻഡ് ചെയ്തത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം മെസ്സേജിനെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു മെയിൽ ഐ ഡി, എൻ്റെ യൂസർ നെയിം അറിയാം, പാസ്വേഡ് അറിയാമെങ്കിൽ അത് വേറെ ആർക്ക് വേണമെങ്കിലും ഒരു മെസ്സേജിന് നമ്മളിവിടെ 5 തരത്തിലുള്ള ത്രെഡ്സ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ത്രെഡ്സിന് എങ്ങനെ നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഒരു ഇമെയിലിന് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്നത്. ഓക്കെ, ആ 5 ത്രെഡ്സ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ കൊടുക്കുന്ന മെസ്സേജിനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് വേറെ ആരും ആ മെസ്സേജ് എടുത്ത് വായിക്കാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, മെസ്സേജിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയക്കുക. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി വരുത്താനായിട്ടുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷൻ. രണ്ടാമത്തെ ത്രെഡ് എന്ന് പറയുന്നത് മാറ്റുന്നത് ഒതൻറ്റിക്കേഷനാണ്. ആ ഒതൻറ്റിക്കേഷൻ അത് നമ്മൾ ചെയ്യുന്നത് സെൻഡർ തന്നെയാണ്, ഒരു മെസ്സേജ് അയക്കുന്ന സെൻഡർ തന്നെയാണ് എന്ന് നമ്മൾ തറപ്പിച്ച് പറയാം. ഓക്കെ, ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അത് സെൻഡർ തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, എന്താണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്, ഡിജിറ്റൽ സിഗ്നേച്ചർ ഹാഷിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇൻറ്റഗ്രിറ്റി ആണ്. മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മൾ മെസ്സേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഒരു മോഡിഫിക്കേഷനും വരുത്തരുത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഷിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഹാഷിങ്ങിനകത്ത് എന്താണ്, നമ്മളൊരു മെസ്സേജിൻ്റെ കൂടെ ഹാഷ് കൂടെ അറ്റാച്ച് ചെയ്ത് വിടും. അത് നമ്മൾ റിസീവർ സൈഡിൽ എത്തി കഴിയുമ്പോഴത്തേന് ആ മെസ്സേജിന് ഹാഷ് കോഡ് അപ്ലൈ ചെയ്യും. എന്നിട്ട് നമുക്ക് അയച്ച ഹാഷ് കോഡുമായിട്ട് മാച്ച് ചെയ്യും. ഇനി എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് മോഡിഫിക്കേഷൻ നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കും. ഇനി നാലാമത്തെ കാര്യം നോൺ റെപ്യൂട്ടേഷൻ ഓഫ് ഒറിജിനാണ്. ഓക്കെ, അതായത് പിന്നീട് പ്രൊട്ടക്ഷൻ ഫ്രം ഡിനൈൽ ബൈ സെൻഡറിൻ്റെ എന്താണ് ഡിനൈൽ വരുത്തുക, അപ്പം പ്രൊട്ടക്റ്റ് ചെയ്യുക അതിൽ നിന്ന്. അപ്പം അതാണ് അതായത് ഡിനൈൽ ബൈ സെൻഡർ എന്ന് പറഞ്ഞെങ്കിൽ അത് നിഷേധിക്കാൻ പറ്റത്തില്ല, സെൻഡറിന് നിഷേധിക്കാൻ പറ്റരുത്. ഓക്കെ, അത് കറക്റ്റ് സെൻഡർ തന്നെയാണ്. അപ്പോൾ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ആ സെൻഡർ തന്നെയാണ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് 4 രീതിയിൽ നമ്മൾ സെക്യൂരിറ്റീസ് ഇമെയിലിന് കൊടുക്കുന്നത്. സെക്യൂർ ട്രാൻസ്മിഷൻ ഓഫ് ഇമെയിൽ. എങ്ങനെയാണ് സെക്യൂർ ആയിട്ട് ഇമെയിലിന് ട്രാൻസ്മിഷൻ നടത്തുന്നത്? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. PGP എന്ന് പറഞ്ഞെങ്കിൽ പ്രിറ്റി ഗുഡ് പ്രൈവസിയും, നെക്സ്റ്റ് എന്ന് പറയുന്നത് SBAR-MIME. ഓക്കെ, ഇതെന്ന് പറയുന്നത് സെക്യൂർ മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണ്. ഈ രണ്ട് മെത്തേഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് PGP അല്ലെ പ്രിറ്റി ഗുഡ് പ്രൈവസിയെ കുറിച്ചാണ്. അപ്പം പ്രിറ്റി ഗുഡ് പ്രൈവസി PGP എന്താണ്? ഈ PGP എന്ന് പറയുന്നതിന്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് ഫിലിപ്പ് R. സമ്മർമാൻ ആണ്. ഈ PGPയുടെ ക്രിയേറ്റർ ഫിലിപ്പ് R. സമ്മർമാൻ. അപ്പൊ PGPക്കകത്ത് കോൺഫിഡൻഷ്യാലിറ്റിയും ഒതന്റിക്കേഷൻ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇമെയിലിനകത്തും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫയൽ സ്റ്റോറേജ് ആപ്ലിക്കേഷൻസിനകത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമെയിലിൻ്റെ അകത്തും ഫയൽ സ്റ്റോറേജ് ആപ്ലിക്കേഷൻസിൻ്റെ അകത്തും കോൺഫിഡൻഷ്യാലിറ്റിയും ഒതന്റിക്കേഷൻ സർവീസ്
എന്തുകൊണ്ടാണ് PGP പോപ്പുലർ ആയത്, പ്രിറ്റി ഗുഡ് പ്രൈവേഴ്സ് എന്തുകൊണ്ടാണ് പോപ്പുലർ ആയെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് അവൈലബിൾ ഫ്രീ ഓൺ വെറൈറ്റി ഓഫ് പ്ലാറ്റ്ഫോംസ്. ഇത് ഫ്രീ ആണ്, ഒത്തിരിയും പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഇത് ഫ്രീ ആണ്. വിൻഡോസിനകത്ത് ഫ്രീ ആണ്, യുണിക്സ്, മാക്കിൻടോഷ്, ഓക്കെ, അങ്ങനെ ഒത്തിരി എണ്ണത്തിൻ്റെ അകത്ത് ഈ ഒരു ഒത്തിരി പ്ലാറ്റ്ഫോംസിനകത്ത് ഇത് ഫ്രീ ആണ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഒറിജിനലി ഫ്രീ, നൗ ഹാവ് കൊമേഴ്ഷ്യൽ വേർഷൻ അവൈലബിൾ ഓൾസോ. ഓക്കെ, ഒറിജിനലി ഇത് ഫ്രീ ആണ്, വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് വേർഷൻസ്, കൊമേഴ്ഷ്യൽ വേർഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ തേർഡ് വൺ, ബേസ്ഡ് ഓൺ വെൽ നോൺ അൽഗോരിതംസ്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് എന്ന് പറയുന്ന വെൽ നോൺ അൽഗോരിതംസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെയാണ്. ഓക്കെ, RSA, DSS, ഡെഫി-ഹെൽമാൻ പബ്ലിക് കീ എൻക്രിപ്ഷൻ, ഓക്കെ, പിന്നെ IDA, SHA, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം വെൽ നോൺ അൽഗോരിതംസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. SHA-1, RSA, DSS, ഓക്കെ, പിന്നെ ഡെഫി-ഹെൽമാൻ പബ്ലിക് കീ എൻക്രിപ്ഷൻ, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കബിലിറ്റി. ഒത്തിരിയും ആപ്ലിക്കേഷൻസിനകത്ത് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം സീക്രട്ടായിട്ട് നമുക്ക് രണ്ടു പേർക്ക് തമ്മിൽ എന്തെങ്കിലും അത്ര സീക്രസി ഉള്ള കാര്യത്തിനകത്ത് നമുക്ക് PGP യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് സെക്യൂറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ്, ഇൻ്റഗ്രേറ്റഡ് സിംഗിൾ പ്രോഗ്രാം. അത് പലതരത്തിലുള്ള ഇപ്പം നിങ്ങൾ പഠിക്കും, പലതരത്തിലുള്ള ഹാഷിങ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാ പറയുന്നത് SHA, RSA, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡെഫി-ഹെൽമാൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ എന്താണ്, ഇൻ്റഗ്രേറ്റ് ചെയ്ത്, അതായത് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ പ്രോഗ്രാം ആക്കിയേക്കുവാണ്. പിന്നെ ഇത് നോട്ട് ഡെവലപ്ഡ് ഓർ കൺട്രോൾ ബൈ ഗവൺമെൻറ്റൽ ഓർ സ്റ്റാൻഡർഡൈസ്ഡ് ഓർഗനൈസേഷൻ. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതോ അല്ലെ കൺട്രോൾ ചെയ്യുന്നതോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനോ അല്ല. ഓക്കെ, അപ്പം ഇത്രയുമാണ് PGP എന്തുകൊണ്ടാണ് പോപ്പുലർ ആകാനുള്ള കാരണം. എന്തൊക്കെയാണ്, വെറൈറ്റി, ഫ്രീ ആണ്, മെനി പ്ലാറ്റ്ഫോംസിൽ അത് ഫ്രീ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രീ, ഒറിജിനലി അത് ഫ്രീ ആണ്, കൊമേഴ്ഷ്യൽ വേർഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് എല്ലാം എന്താണ്, വെൽ നോൺ അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നത്. വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസിനകത്ത് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇപ്പം സെറ്റ് ഓഫ് ഇപ്പം പലതരത്തിലുള്ള അൽഗോരിതംസ് ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു, അതിനെ എല്ലാം കൂടി ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോഗ്രാമായിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതോ ഒരു ഗവൺമെൻറ്റൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഒന്നും അല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഡിസ്ക്രിപ്ഷൻ, PGPയുടെ ഓപ്പറേഷണൽ ഡിസ്ക്രിപ്ഷൻ. അപ്പം ഈ ഓപ്പറേഷൻ ഡിസ്ക്രിപ്ഷൻ അത് 5 സർവീസസ് ആണ്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് 5 സർവീസസ്. ഫസ്റ്റ് വൺ ഈസ് ദ ഒതന്റിക്കേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, കംപ്രഷൻ, ഇമെയിൽ കോമ്പാക്റ്റബിലിറ്റി ആൻഡ് സെഗ്മെന്റേഷൻ. അപ്പം ദീസ് ആർ ദ 5 സർവീസസ് പ്രൊവൈഡഡ് ബൈ PGP. ഓക്കെ, അപ്പം 5 സർവീസസ് പ്രൊവൈഡഡ് ബൈ PGP എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഒതന്റിക്കേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, കംപ്രഷൻ, ഇമെയിൽ. ഓക്കെ, എങ്ങനെയാണ് ഈ PGPക്കകത്ത് ഈ ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പം നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന മെസ്സേജ് ഇതാണ് അതിനെ എന്ത് ചെയ്യാം, ഹാഷ് ചെയ്യാം. ഒതന്റിക്കേഷൻ ചെയ്യാനാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇത് ഹാഷ് ചെയ്യണം. അപ്പോൾ ആ മെസ്സേജിനെ എന്ത് ചെയ്തു, ഫസ്റ്റിൽ നമ്മൾ ഹാഷ് അപ്ലൈ ചെയ്തു. ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ് അൽഗോരിതം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് SHA-1 ആണ്. അപ്പോൾ SHA-1 യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം, മെസ്സേജിനെ ഹാഷ് ചെയ്തു. അപ്പം നമുക്കൊരു ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്യും. ആ കിട്ടുന്ന ഹാഷ് കോഡിനെ എന്ത് ചെയ്തു, എൻക്രിപ്റ്റ് ചെയ്തു. പ്രൈവറ്റ്, അതായത് ഇതിൻ്റെ അകത്ത് അസിമെട്രിക് അല്ലെ പബ്ലിക് കീ എൻക്രിപ്ഷൻ ആണ് നടത്തിയത്. അപ്പോൾ അതാണ് EP എന്ന് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, പബ്ലിക് കീ എൻക്രിപ്ഷൻ. ഓക്കെ, EP എൻക്രിപ്ഷൻ നടത്താൻ യൂസ് ചെയ്യുന്ന കീ ഏതാണ്? PRA. PRA എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്തായിരുന്നു പറഞ്ഞത്? A എന്ന് പറഞ്ഞിരിക്കുന്ന സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ ആണ്. A എന്ന് പറയുന്ന സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ ആണ് PRA. അത് വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജും ഈ മെസ്സേജും കൂടെ കോൺകാറ്റനേറ്റ് ചെയ്തിട്ട് അയക്കും. എന്താ ചെയ്ത്? ആദ്യം ഹാഷ് അപ്ലൈ ചെയ്തു മെസ്സേജിൽ. ആ കിട്ടിയ ഹാഷ് കോഡിനെ എൻക്രിപ്റ്റ് ചെയ്തു. എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്യുന്നത് PRA പ്രൈവറ്റ് കീ കൊണ്ടിട്ടാണ്. എയുടെ പ്രൈവറ്റ് കീ കൊണ്ടിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. എൻക്രിപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ആ കിട്ടുന്ന റിസൾട്ടും മെസ്സേജും കൂടെ കോൺകാറ്റനേറ്റ് ചെയ്ത് അയക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ RSA ആണ്, ഇപ്പം RSAയോ അല്ലെങ്കിൽ DSSO ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, EPയുടെ അവിടെ. ഓക്കെ, നമ്മളിത് കോൺകാറ്റനേറ്റ് ചെയ്തു, സെൻറ്ററിലേക്ക് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുമ്പം നമ്മൾ സിപ്പ് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഓക്കെ, ഡെസ്റ്റിനേഷനിൽ അയക്കുമ്പോൾ എന്താണ്? സിപ്പ് ചെയ്തിട്ടാണ് ഇതിനെ അയക്കുന്നത്. അപ്പം ഇവിടെ ഈ മെസ്സേജിന് സിപ്പ് മെസ്സേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ എന്താണോ സെൻറ്റർ ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേണം ഇവിടെ ചെയ്യാൻ. അപ്പം ഈ സെൻറ്ററിൻ്റെ അകത്ത് ഇവിടെ റിസീവറിൻ്റെ അവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ സിപ്പ് ചെയ്തതിനെ അൺസിപ്പ് ചെയ്തു. അതാണ് Z ഇൻവേഴ്സ് എന്ന് കാണിച്ചേക്കുന്നത്. അപ്പം ഈ വന്നിരിക്കുന്ന റിസീവർ സൈഡിൽ വന്നിരിക്കുന്ന മെസ്സേജിനെ അൺസിപ്പ് ചെയ്തു. അൺസിപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാഷ് കോഡും കിട്ടും, മെസ്സേജും കിട്ടും. ആ ഹാഷ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? എൻക്രിപ്റ്റഡ് മെസ്സേജാണ്. ഓക്കെ, ഏതുകൊണ്ടിട്ട് എൻക്രിപ്റ്റ് ചെയ്തതാണ്? PRA എന്ന് പറഞ്ഞ കീയും ഈ ഹാഷ് എമ്മും HM ഹാഷ് അപ്ലൈ ആണ് മെസ്സേജിൻ്റെ അകത്ത്. അപ്പം അതാണ് ഈ ഒരു മേളിലത്തെ പോർഷൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പം ഇതിനെ എന്ത് ചെയ്യുക? എൻക്രിപ്റ്റ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഡിക്രിപ്റ്റ് ചെയ്യുക. ഏതുകൊണ്ടാണ് ഡിക്രിപ്റ്റ് ചെയ്യേണ്ടത്? എയുടെ പബ്ലിക് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്തു. അപ്പം നമുക്ക് ഹാഷ് കോഡ് കിട്ടും, HM മാത്രം കിട്ടും. അതാണ് ഇവിടെ വരുന്നത്. അപ്പം ഇനിയും ഇത് തമ്മിൽ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ ഈ മെസ്സേജിനെ എന്ത് ചെയ്യണം? ഹാഷ് അപ്ലൈ ചെയ്യണം. ആ ഹാഷ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാഷ് കോഡും ഈ ഡിക്രിപ്റ്റ് ചെയ്തപ്പം കിട്ടിയ ഹാഷ് കോഡും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണെങ്കിൽ ഒതൻറ്റിക്കേഷൻ കറക്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് PGPക്കകത്ത് ഒതൻറ്റിക്കേഷൻ. ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ മെസ്സേജിനകത്ത് ഒന്നും വരുത്തരുത്. അപ്പം മെസ്സേജിനെ എന്ത് ചെയ്യണം? എൻക്രിപ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടോ? മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ മെസ്സേജിൻ്റെ ഹാഷിനെ മാത്രമേ എൻക്രിപ്റ്റ് ചെയ്തുള്ളൂ. മെസ്സേജിനെ അതേപടി നമ്മൾ അയക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? സിപ്പ് ചെയ്തിട്ട് അയച്ചത്. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ചെയ്തത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സെൻഡർ ഫസ്റ്റ് സ്റ്റെപ്പിൽ സെൻഡർ ക്രിയേറ്റ് എ മെസ്സേജ്, അതാണ് M. ഷാവൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? 160 കോഡ് ബിറ്റാണ് നമ്മൾ ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷാവൺ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് 160 ബിറ്റ് നമുക്ക് കിട്ടും. ആ ഷായ്ക്കകത്ത് കിട്ടുന്ന കോഡിനെ എന്ത് ചെയ്യുക? എൻക്രിപ്റ്റ് ചെയ്യുക. എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് RSAയോ DSSO യൂസ് ചെയ്യാം. അത് സെൻറ്ററിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് വേണം എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? റിസൾട്ട്, ഈ കിട്ടുന്ന റിസൾട്ടിനെയും മെസ്സേജിനെയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അയക്കുക. അപ്പം അറ്റാച്ച് ചെയ്തിട്ട് അയക്കുമ്പോൾ സിപ്പ് ചെയ്തിട്ട് വേണം അയക്കാനായിട്ട്. ഇനി റിസീവർ സൈഡിൽ എത്തുമ്പം ആദ്യം അൺസിപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ സിപ്പിങ്ങിൻ്റെ കാര്യം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ സിപ്പ് ചെയ്തിട്ടാണ് ഇവിടെ അയക്കുന്നത്. പിന്നെ റിസീവർ സൈഡിൽ എത്തുമ്പം എന്താണ് ചെയ്യുന്നത്? RSAയോ DSSO ആണ് യൂസ് ചെയ്യുന്നത്, ഡിക്രിപ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പം എന്ത് കിട്ടും? നമുക്ക് ഹാഷ് കോഡ് കിട്ടും. ഹാഷ് കോഡ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മെസ്സേജിനെ എന്ത് ചെയ്യുക? ഹാഷ് കോഡ് അപ്ലൈ ചെയ്യുക. ഹാഷ് കോഡ് കിട്ടും. നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പം നമുക്കൊരു ഹാഷ് കോഡ് കിട്ടും. അതും ഇവിടുത്തെ നെക്സ്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി വരുത്താൻ എന്ത് ചെയ്യണം? നമ്മൾ ഇച്ചിരി പറഞ്ഞു ഒതൻറ്റിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ ഒതൻറ്റിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കോൺഫിഡൻഷ്യാലിറ്റി അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി വരുത്താനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിനെ എന്ത് ചെയ്യണം? എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി ചെയ്യുന്ന ഇതാണ്. നമ്മൾ ഈ തന്നിരിക്കുന്ന മെസ്സേജിനെ എന്ത് ചെയ്തു? ഫസ്റ്റ് സിപ്പ് ചെയ്തു.
ആ സിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ EC എന്ന് പറഞ്ഞ സിമെട്രിക് എൻക്രിപ്ഷനാണ്. ഓക്കെ, സിമെട്രിക് എൻക്രിപ്ഷനാണ് EC എന്ന് പറയുന്നത്, അതായത് കൺവെൻഷണൽ എൻക്രിപ്ഷൻ. ഓക്കെ, കൺവെൻഷണൽ എൻക്രിപ്ഷനാണ് EC, അതായത് സിമെട്രിക് എൻക്രിപ്ഷനാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു സീക്രട്ട് കീ. ആ സീക്രട്ട് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുന്നത്. അപ്പം റിസീവർ സൈഡിൽ എത്തുമ്പോഴും ആ സീക്രട്ട് കീയുടെ ആവശ്യമുണ്ട്, എന്നാലേ അത് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സീക്രട്ട് കീയെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു പബ്ലിക് കീ എൻക്രിപ്ഷനാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ സീക്രട്ട് കീയെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഒരു പബ്ലിക് കീ എൻക്രിപ്ഷനാണ്. പബ്ലിക് കീ എൻക്രിപ്ഷൻ്റെ അകത്ത് ബി എന്ന് പറഞ്ഞ റിസീവറിൻ്റെ ആണ്. റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാണ് ആ കീയെ. ആ എൻക്രിപ്റ്റ് ചെയ്ത റിസൾട്ടും കൂടെ എന്ത് ചെയ്യും? ഈ നേരത്തെ സിപ്പ് ചെയ്തില്ലായിരുന്നോ മെസ്സേജിനെ? ആ സിപ്പ് ചെയ്ത മെസ്സേജിനെയും എൻക്രിപ്റ്റ് ചെയ്തായിരുന്നു. ആ കിട്ടിയ റിസൾട്ടും ഈ സെക്ഷൻ കീ എൻക്രിപ്റ്റ് ചെയ്തതും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് റിസീവർ സൈഡിലോട്ട് അയക്കും. മനസ്സിലായോ? നമ്മുടെ മെസ്സേജിനെ ആദ്യം ഫസ്റ്റ് സിപ്പ് ചെയ്തിട്ട് എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്യും. എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സെക്ഷൻ കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്, അതായത് സീക്രട്ട് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുക. ആ സീക്രട്ട് കീയും കൂടി എന്ത് ചെയ്യും? അയച്ചു കഴിഞ്ഞാലേ, റിസീവറിൻ്റെ അവിടെ അയച്ചു കഴിഞ്ഞാലേ അത് ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ആ മെസ്സേജിനെ. അപ്പം അതുകൊണ്ട് ഇതെന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്രട്ട് കീയെ ഒരു പബ്ലിക് കീ എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്യും. ആ പബ്ലിക് കീ എൻക്രിപ്ഷൻ്റെ അകത്ത് റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ആ റിസൾട്ടും ഇവിടുത്തെ ഈ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്ത റിസൾട്ടും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? റിസീവർ സൈഡിലോട്ട് അയക്കും. അപ്പോൾ ഈ റിസീവർ സൈഡിലോട്ടാണ് ഇത് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ റിസീവർ സൈഡിൽ അയച്ചു കഴിയുമ്പോൾ ഇവിടെ കീ ഉണ്ട്, ഇവിടെ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തതിൻ്റെ ഉണ്ട്, സിപ്പ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്ത റിസൾട്ടാണ് ഇത്. മേളിൽ കിടക്കുന്നത് സീക്രട്ട് കീ ആണ്. സീക്രട്ട് കീ എന്ത് ചെയ്തതാണ്? എൻക്രിപ്റ്റ് ചെയ്തതാണ്. അപ്പം ആദ്യം എന്ത് ചെയ്യും? ആ സീക്രട്ട് കീയെ ഇത് ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഡിക്രിപ്റ്റ് ചെയ്യുന്നത്? റിസീവറിൻ്റെ പ്രൈവറ്റ് കീ ഉണ്ട്. ഓക്കെ, റിസീവറിൻ്റെ പ്രൈവറ്റ് കീ കൊണ്ടിട്ട് ഡിക്രിപ്റ്റ് ചെയ്യും. അപ്പം ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കീ കിട്ടും. ഓക്കെ, KS കിട്ടും. ആ കീയെ എന്ത് ചെയ്യുക? ആ കീ യൂസ് ചെയ്തിട്ട് ഈ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഡിക്രിപ്റ്റ് ചെയ്യുമ്പോഴത്തെ കൺവെൻഷണൽ എൻക്രിപ്ഷനാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? കൺവെൻഷണൽ ഡിക്രിപ്ഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ KA അതായത് സീക്രട്ട് കീയെ എന്ത് ചെയ്യുക? സീക്രട്ട് കീ ഇവിടെ ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. ആ കിട്ടുന്ന കീ കൊണ്ടിട്ട് ഈ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാം. ആ കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യണം? ഇവിടെ സിപ്പ് ചെയ്തായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇവിടെ റിസീവർ സൈഡിൽ എന്ത് ചെയ്യണം? അൺസിപ്പ് ചെയ്യണം. ഇവിടെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം ആദ്യം ഇവിടെ കീ കിട്ടണം. അതുകൊണ്ട് കീയെ ഡിക്രിപ്റ്റ് ചെയ്ത് ആ കീയെ എടുത്തു കഴിഞ്ഞിട്ട് വേണം ഡിക്രിപ്ഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ കൺവെൻഷനിൽ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സെൻഡർ ജനറേറ്റ് ചെയ്യും ഒരു മെസ്സേജ് അല്ലെ റാൻഡം 128 ബിറ്റ് നമ്പർ ആയിരിക്കും. അതായിരിക്കും സെക്ഷൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ മെസ്സേജ് സെൻഡർ ജനറേറ്റ് ചെയ്യുന്ന ഒരു 128 ബിറ്റ് റാൻഡം അല്ലെങ്കിൽ ഒരു മെസ്സേജാണ് സെക്ഷൻ കീ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. മെസ്സേജിനെ എന്നിട്ട് എന്ത് ചെയ്യും? എൻക്രിപ്റ്റ് ചെയ്യും. ആ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് കാസ്റ്റ് 128 IDEO 3DES ഏത് വേണേലും യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ സെക്ഷൻ കീ എന്ത് ചെയ്യും? എൻക്രിപ്റ്റ് ചെയ്യും. അത് RSA അൽഗോരിതമാണ് യൂസ് ചെയ്തത്. പബ്ലിക് കീ വെച്ചിട്ട് ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ മെസ്സേജിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടും. റിസീവർ സൈഡിൽ എത്തിക്കഴിയുമ്പം RSA അൽഗോരിതം വെച്ചിട്ട് പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്ത് സെഷൻ കീ എടുക്കും. ആ സെഷൻ കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക? അൺസിപ്പ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുൻപ് പഠിച്ചതിൻ്റെ അകത്ത് ഒതൻറ്റിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അത് കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളൂ, ഒതൻറ്റിക്കേഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ അത് ഇനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് ഒതൻറ്റിക്കേഷനും കോൺഫിഡൻഷ്യാലിറ്റിയും വേണം, രണ്ടും വേണം. അപ്പം എന്ത് ചെയ്യുക? ഇതിനെ PGPക്കകത്ത് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റിയും ഒതൻറ്റിക്കേഷനും വരുത്തണമെങ്കിൽ
നമ്മൾ നേരത്തെ പറഞ്ഞ 2 സർവീസസിനകത്ത് ആ മെസ്സേജിൻ്റെ അകത്ത് 2 സർവീസസും അപ്ലൈ ചെയ്യണം. ഇച്ചിരി മുമ്പ് പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി വരുത്തേണ്ടത് അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 2 സർവീസസ് ഈ സെയിം മെസ്സേജിനകത്ത് തന്നെ വരുത്തണം. അപ്പം ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഫസ്റ്റ് സിഗ്നേച്ചർ ഈസ് ജനറേറ്റഡ് ഫോർ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആൻഡ് അപ്പെൻഡ് ടു ദ മെസ്സേജ്. ആദ്യം നമ്മൾ ആ പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് ഒരു സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യണം? ഈ മെസ്സേജിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഒതൻറ്റിക്കേഷൻ ആയി കഴിഞ്ഞു. ഇനി കോൺഫിഡൻഷ്യാലിറ്റി വരുത്താനായിട്ട് ചെയ്യുന്നത് ദെൻ ദ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് പ്ലസ് സിഗ്നേച്ചർ ഇസ് എൻക്രിപ്റ്റഡ് യൂസിങ്. ആ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജും സിഗ്നേച്ചറും കൂടെ എൻക്രിപ്റ്റ് ചെയ്യുക. ഏത് അൽഗോരിതം? ഒന്നുകിൽ IDA അല്ലെങ്കിൽ കാസ്റ്റ് 128 അല്ലെങ്കിൽ 3DES. ഓക്കെ, ഏത് വെച്ചിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യേണ്ടത്? സെക്ഷൻ കീ. സെക്ഷൻ കീ എന്ത് ചെയ്യണം? RSA അൽഗോരിതം വെച്ചിട്ട് സെക്ഷൻ കീ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ സിഗ്നേച്ചറിനെയും പ്ലെയിൻ ടെക്സ്റ്റിനും കൂടെ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കേണ്ടത്. ഇത് കണ്ടോ? ദ സെൻഡർ ഫസ്റ്റ് സൈൻ ദ മെസ്സേജ് വിത്ത് ഇറ്റ്സ് ഓൺ പ്രൈവറ്റ് കീ. അതിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? സൈൻ ചെയ്യുക. അപ്പോൾ എന്തായി? ഒതൻറ്റിക്കേഷനായി. പിന്നെ എൻക്രിപ്റ്റ് ചെയ്യുക. ദെൻ ദ എൻക്രിപ്റ്റ് ദ മെസ്സേജ് വിത്ത് ദ സെക്ഷൻ കീ. സെക്ഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ആയി. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ആൻഡ് ഫൈനലി എൻക്രിപ്റ്റ് ദ സെക്ഷൻ കീ വിത്ത് റെസിപ്പിയൻസ് പബ്ലിക് കീ. ആ സെക്ഷൻ കീ ആരും എടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ആ സെക്ഷൻ കീയെ റെസിപ്പിയൻറ്റിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര നേരത്തെ നമ്മൾ ആ പറഞ്ഞ ഫിഗർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് കോൺഫിഡൻഷ്യാലിറ്റി ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞ ആദ്യം സിഗ്നേച്ചർ ചെയ്യണം, പിന്നെ സിഗ്നേച്ചർ ചെയ്തിട്ട് ആ സിഗ്നേച്ചറും മെസ്സേജും കൂടെ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുക. അതാണ് ഈ ചെയ്തേക്കുന്നത്. ആദ്യം മെസ്സേജ് എടുത്തു. മെസ്സേജിന് സിഗ്നേച്ചർ കിട്ടണമെങ്കിൽ #ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ആ #ഫംഗ്ഷൻ എന്ത് ചെയ്യുക? #ഹാഷ് കോഡ് കിട്ടി. ആ ഹാഷ് കോഡിനെ എൻക്രിപ്റ്റ് ചെയ്യാം. എൻക്രിപ്റ്റിൻ്റെ ഏതുകൊണ്ടാണ്? സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ കൊണ്ടിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. ഓക്കെ, ഹാഷ് കോഡ് എടുത്തു, അതിൻ്റെ പ്രൈവറ്റ് കീ കൊണ്ടിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായി? ഡിജിറ്റൽ സിഗ്നേച്ചറായി. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്തു. ഏതാണ്? ആദ്യം മെസ്സേജിനെ ഹാഷ് ചെയ്തു, അതുകൊണ്ട് എൻക്രിപ്റ്റ് ചെയ്തു. ഏതുകൊണ്ടാണ് എൻക്രിപ്റ്റ് ചെയ്തത്? പബ്ലിക് കീ എൻക്രിപ്ഷൻ ആണ് നടത്തിയത്. PRA എന്ന് പറയുന്നത് സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടി. ഈ മെസ്സേജും ഡിജിറ്റൽ സിഗ്നേച്ചറിലൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യാം. ആ കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യണം? സിപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഡിജിറ്റൽ സിഗ്നേച്ചർ മെസ്സേജുമായി അതിനെ എന്ത് ചെയ്യുക? സിപ്പ് ചെയ്യുക. ആ സിപ്പ് ചെയ്തിട്ട് ഇപ്പം ഈ മെസ്സേജിന് എന്ത് ചെയ്യണം? ഇനിയും എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യേണ്ടത് ഏതുകൊണ്ട് എൻക്രിപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്? സെക്ഷൻ കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം എൻക്രിപ്റ്റ് ചെയ്യുക, സെക്ഷൻ കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുക. ആ സെക്ഷൻ കീ ആരും എടുക്കാതിരിക്കാൻ ആ സെക്ഷൻ കീ എന്ത് ചെയ്യണം? പബ്ലിക് കീ എൻക്രിപ്ഷൻ നടത്തണം. പബ്ലിക് കീ എൻക്രിപ്ഷൻ്റെ അകത്ത് റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് വേണം എൻക്രിപ്റ്റ് ചെയ്യാൻ. എൻക്രിപ്റ്റ് ചെയ്തു. അപ്പം അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ഈ എൻക്രിപ്റ്റ് ചെയ്തതിനെയും ഈ മെസ്സേജിനെ എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്തതിനെയും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യാം. കോൺകാറ്റിനേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ നമുക്ക് കീ കാണും, കീയെ എൻക്രിപ്റ്റ് ചെയ്തതും കാണും, ഇവിടെ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തതും കാണും. അപ്പം ആദ്യം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ എൻക്രിപ്ഷൻ അല്ലേ ആദ്യം നടത്തിയത്, അവസാനം നടത്തിയത്. അപ്പം ആദ്യം ഡിക്രിപ്ഷൻ നടത്തണം. UBA വെച്ചിട്ടാണ്, ഇത് പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തത് റിസീവറിൻ്റെ. അപ്പം പ്രൈവറ്റ് കീ വെച്ചിട്ട് റിസീവറിൻ്റെ ഡിക്രിപ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പം നമുക്ക് എന്ത് കിട്ടും? കീ കിട്ടും. അപ്പം കീ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഇതാണ് ഡിക്രിപ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം കീ യൂസ് ചെയ്തിട്ട് സിമെട്രിക് ഡിക്രിപ്ഷൻ നടത്തുക. അപ്പം സിമെട്രിക് ഡിക്രിപ്ഷൻ നടത്തി കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യണം? അൺസിപ്പ് ചെയ്യണം. ഇവിടെ സിപ്പ് ചെയ്തെങ്കിൽ ഇവിടെ വരുമ്പം അൺസിപ്പ് ചെയ്യാം. ഓക്കെ, സിപ്പായിരുന്നു ഇവിടെ ചെയ്ത്, ഇവിടെ അൺസിപ്പ് ചെയ്തു. അൺസിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെസ്സേജും കിട്ടും. പിന്നെ കൂടാതെ ഇവിടെ നമുക്ക് സിഗ്നേച്ചറും ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ ഹാഷ് വാല്യൂ കിട്ടാനായിട്ട് ഇതിപ്പോൾ കറക്റ്റ് ആണോ വന്നതെന്ന് അറിയണമല്ലോ. അപ്പം ഇതിനെ നമുക്ക് ഹാഷ് വാല്യൂ കിട്ടാൻ ഇതിനകത്ത് പിന്നെ എന്ത് ചെയ്യണം? ഡിക്രിപ്ഷൻ ചെയ്യണം. കേട്ടോ, ഇത്
പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, പബ്ലിക് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഹാഷ് കോഡ് കിട്ടും. പിന്നെ ഈ മെസ്സേജിൻ്റെ അവിടെ നമ്മൾ ഹാഷ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാഷ് കോഡ് കിട്ടും. ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കുക. അപ്പം ഇവിടെ നമുക്ക് എന്തുണ്ട്, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, ഒതൻറ്റിക്കേഷൻ ഉണ്ട്. ഇവിടാണ് ഒതൻറ്റിക്കേഷൻ, ഈ സിഗ്നേച്ചറിൻ്റെ അവിടെയാണ് ഒതൻറ്റിക്കേഷൻ വന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി വന്നു. ഓക്കെ, അപ്പം ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാം. ഇതാണ് നമ്മുടെ മെസ്സേജ് എങ്കിൽ ഇവിടുത്തേന് നേരെ ഓപ്പോസിറ്റാണ് റിസീവർ സൈഡിൽ നടത്തുന്നത്. ഇവിടെ ലാസ്റ്റ് എന്താണ് ചെയ്തത്, അതിൻ്റെ ഓപ്പോസിറ്റ്. കംപ്രഷൻ എന്ന് വെച്ചാൽ PGPക്കകത്ത് നമ്മൾ കംപ്രഷൻ അപ്ലൈ ചെയ്യുന്നത്, അതായത് സിപ്പ് അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്, നമ്മൾ സിഗ്നേച്ചർ കണ്ടു, സിഗ്നേച്ചറും മെസ്സേജും കൂടെ അപ്പെൻഡ് ചെയ്തു. ഓക്കെ, കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് നമ്മൾ സിപ്പ് അപ്ലൈ ചെയ്യുന്നത്. അതായത് എൻക്രിപ്ഷന് മുമ്പാണ്. ഓക്കെ, ആ തൊട്ട് മുമ്പിലത്തെ ആ ഫിഗറിനകത്ത് നോക്കി നിങ്ങൾക്ക് കാണാം. PGPക്കകത്ത് നമ്മൾ കംപ്രഷൻ അല്ലെ സിപ്പ് അപ്ലൈ ചെയ്യുന്നത് സിഗ്നേച്ചർ അപ്ലൈ ചെയ്തതിന് ശേഷവും എൻക്രിപ്ഷന് മുമ്പുമാണ്. ഇവിടെ നമ്മൾ കംപ്രഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത്, സിപ്പ് അൽഗോരിതം എന്ന് പറയുന്നത്, കംപ്രഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിരിക്കും. കംപ്രഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ഇസ് ഇമെയിൽ കോമ്പാറ്റബിലിറ്റി. ഇമെയിൽ കോമ്പാറ്റബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് റാഡിക്സ് 64 കൺവെൻഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റാഡിക്സ് 64 കൺവേർഷനാണ് നമ്മൾ ഇമെയിൽ കോമ്പാറ്റബിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ റാഡിക്സ് 64 എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 64 ബിറ്റാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 33% മെസ്സേജിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. അതായത് 24 ബിറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ 32 ബിറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെ ഇത്ര മനസ്സിലാക്കി വെക്കുക. 24 ബിറ്റുള്ള ഇതുണ്ടോ, 4 ബ്ലോക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ റാഡിക്സ് 64 അപ്ലൈ ചെയ്ത് കഴിയുമ്പം 4 ബ്ലോക്ക് തന്നെയാണ് ഇത് 32 ബിറ്റാക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, 24 ബിറ്റ് എന്നുള്ളത് 32 ആക്കി കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? ഇവിടെ PGPയുടെ ഓപ്പറേഷൻ്റെ സമ്മറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് സോഴ്സ്. ഓക്കെ, സെൻറ്ററിൻ്റെ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ സൈഡ് എന്ന് പറയുന്നത് റെസിപ്പിയൻറ്റിൻ്റെ ആണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു ഫയലാണ് എ എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്ററിൽ നിന്ന് ബി എന്ന് പറഞ്ഞ റിസീവറിലേക്ക് അയക്കാൻ പോകുന്നത്. അപ്പം എക്സ് ആണ് നമ്മുടെ ഫയല്. അപ്പം ഫസ്റ്റ് നോക്കാം, സിഗ്നേച്ചർ ആവശ്യമുണ്ടോ, സിഗ്നേച്ചർ റിക്വയർഡ്, യെസ് ആണെങ്കിൽ വേണമെങ്കിൽ ജനറേറ്റ് സിഗ്നേച്ചർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയലാണെങ്കിൽ ആ എക്സും കാണും, കൂടാതെ അതിൻ്റെ സിഗ്നേച്ചറും. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നേച്ചറും ഇതിൻ്റെ അകത്ത് കോൺകാറ്റിനേറ്റ് ചെയ്താണ് അയക്കുന്നത്. സിഗ്നേച്ചർ വേണമെങ്കിൽ എക്സും കാണും, അതിൻ്റെ സിഗ്നേച്ചറും കാണും. ആ കിട്ടുന്ന കംപ്രസ് ചെയ്തിട്ട് രണ്ടും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്ത് ഇതാണ് എക്സ് എന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്യുക, സിഗ്നേച്ചർ ആവശ്യമില്ലെങ്കിൽ ഡയറക്റ്റ്ലി ആ എക്സിനെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. സിഗ്നേച്ചർ ആവശ്യമുണ്ടെങ്കിൽ സിഗ്നേച്ചറും ആ എക്സും കൂടെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കംപ്രഷൻ ഫങ്ഷൻ അപ്ലൈ ചെയ്യും. അപ്പം ZX എന്ന് പറയുന്ന എക്സിൻ്റെ അകത്ത് ZX എന്ന് പറഞ്ഞിട്ടുള്ള കംപ്രഷൻ ഫങ്ഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, എക്സിനെ കംപ്രസ് ചെയ്തു. എന്നിട്ട് നോക്കുക, കോൺഫിഡൻഷ്യാലിറ്റി ആവശ്യമുണ്ടോ, കോൺഫിഡൻഷ്യാലിറ്റി വേണമെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യണം, വേണ്ടെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യണ്ട. വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് KS എന്ന് പറയുന്ന സെക്ഷൻ കീ ആണ്. ആ സെക്ഷൻ കീയെ എന്ത് ചെയ്യണം, റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം. എൻക്രിപ്റ്റ് ചെയ്തിട്ട് അതും അയക്കണം. കൂടാതെ സെക്ഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക എക്സിനെ. ഈ രണ്ടെണ്ണം കൂടാണ് നമ്മൾ അയക്കുന്നത് റിസീവർ സൈഡിലേക്ക്. അപ്പം അയക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഇതിനെ ഒരു റാഡിക്സ് 64 അപ്ലൈ ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഓക്കെ, റാഡിക്സ് 64 നമ്മൾ കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. എന്താ റിസീവർ സൈഡിൽ എന്താ ചെയ്യുക, ഇവിടെ എന്താണോ ചെയ്ത് ഇതിൻ്റെ റിവേഴ്സ്. ഓക്കെ, ഇത് കൺവേർട്ട് ചെയ്തെങ്കിൽ
എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നോക്കി, അപ്പോൾ ആദ്യം കൺവേർട്ട് ആണെങ്കിൽ റാഡിയസ് 64 നിന്ന് അതിനെ കൺവേർട്ട് ചെയ്യുക, റിവേഴ്സ് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടോ എന്ന്, റിക്വയർഡ് ആണോ, ആവശ്യമുണ്ടോ നോക്കുക. വേണ്ട എന്നുണ്ടെങ്കിൽ ആ മെസ്സേജിനെ എന്ത് ചെയ്താൽ മതി? അൺസിപ്പ് ചെയ്താൽ മതി. ഉണ്ട്, അതിനകത്ത് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടി നമ്മളിവിടെ എൻക്രിപ്ഷൻ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഡിക്രിപ്റ്റ് ചെയ്യണം. ഇവിടെ ചെയ്തിരിക്കുന്നത് സെയിം ഓപ്പോസിറ്റാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് സെക്ഷൻ കീ കിട്ടണം, അതിനെ എന്ത് ചെയ്യണം? ഡിക്രിപ്റ്റ് ചെയ്യുക. ഓക്കെ, KRB വെച്ചിട്ട് വേണം ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട്. KRB എന്ന് പറഞ്ഞാൽ റിസീവറിൻ്റെ പ്രൈവറ്റ് കീ. റിസീവറിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് K കിട്ടും. ആ കിട്ടുന്ന കേസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എക്സിനെ ഡിക്രിപ്റ്റ് ചെയ്യാം. അപ്പം എക്സ് കിട്ടി. ഓക്കെ, എക്സിനെ കിട്ടിയാൽ ഇവിടെ കംപ്രഷൻ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് കംപ്രസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയത് സിഗ്നേച്ചർ ആവശ്യമുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡീകംപ്രസ് ചെയ്തതിനെ മാത്രം എക്സിനെ അങ്ങ് കൊടുത്താൽ മതി. സിഗ്നേച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആ സിഗ്നേച്ചറിനെയും എക്സിനെയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. കണ്ടോ? സ്ട്രിപ്പ് സിഗ്നേച്ചർ ഫ്രം എക്സ്, വെരിഫൈ ദ സിഗ്നേച്ചർ. വെരിഫൈ ചെയ്യണം, സിഗ്നേച്ചറുമായിട്ട് അത് വെരിഫൈ ചെയ്യണം. എങ്ങനെ വെരിഫൈ ചെയ്യുന്നത്? ഹാഷ് കോഡാണ് നമ്മൾ സിഗ്നേച്ചറിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ എക്സ് എന്ന് പറഞ്ഞ മെസ്സേജിൻ്റെ അകത്ത് ഹാഷ് കോഡ് അപ്ലൈ ചെയ്യാം. അതും നമ്മൾ അയച്ച ആ ഹാഷ് കോഡും കൂടെ ചെക്ക് ചെയ്യാം. രണ്ടും സെയിം ആണെങ്കിൽ ആണോ എന്ന് നോക്കുക. അതാണ് സിഗ്നേച്ചർ വെരിഫിക്കേഷൻ. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് PGP കുറിച്ചാണ്. PGP എന്ന് പറഞ്ഞാൽ പ്രിറ്റി ഗുഡ് പ്രൈവസി ആണ്. ഇതൊരു ഇലക്ട്രോണിക് മെയിൽ സെക്യൂരിറ്റി ആണ്. അടുത്ത ഇതിനകത്ത് നമ്മൾ നെക്സ്റ്റ് ഇലക്ട്രോണിക് മെയിൽ സെക്യൂരിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. SMIME ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് സാധാരണ എക്സാമിന് ചോദിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.